ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, മുഖ്യമന്ത്രിയാണ്. സ്വാഭാവികമായും ശത്രുക്കളുണ്ടാവും, ഭീഷണി ഉണ്ടാകും. എന്ന് കരുതി ഒരു മൃഗത്തിനെ പോലെ കൂട്ടിനകത്ത് കഴിയണമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറഞ്ഞില്ല. നാളത്തെ പബ്ലിക് അപ്പിയറൻസ്, അതാണ് പ്രോബ്ലം. ഫോർ സെക്യൂരിറ്റി സേക്ക് രാമു സഹകരിക്കണം. വൈ ഷുഡ് ഐ? കുറച്ചു മുമ്പ് നീ പറഞ്ഞല്ലോ എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള രക്ഷാസന്നാഹങ്ങളെ കുറിച്ച്. ബുള്ളറ്റ് പ്രൂഫ് കാറ്, വീട് മുഴുവൻ സ്റ്റേഡിയം പോലെ ഫ്ലഡ് ലൈറ്റ്, ഇടവും വലവും തിരിയാൻ അനുവദിക്കാതെ ചുറ്റും നിൽക്കുന്ന കമാൻഡോ ഗാർഡുകൾ. എന്തിന് എന്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം പോലും നിന്റെ സെക്യൂരിറ്റി ഓഫീസർ ഓക്കെ പറയാതെ എനിക്ക് കഴിക്കാൻ നിർവാഹം. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാടാ പെരുമാളെ സഹകരിക്കേണ്ടത്? പിന്നെ നാളെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിങ്ങളുടെ എല്ലാ സെക്യൂരിറ്റിയും മറികടന്ന് അയാൾ മുഖ്യമന്ത്രിയെ അപകടപ്പെടുത്തിയാൽ അത് എന്റെ കുറ്റമല്ല, നിങ്ങളുടെ കഴിവുകേട്. ടു ബി ഫ്രാങ്ക്, അത്രയും അധ്വാനിച്ച അയാൾ അതിന് ശ്രമിച്ചാൽ അയാൾ ധീരനാണ്. ഞാൻ അയാളെ അഭിനന്ദിക്കുന്നു. പ്രതിപക്ഷത്തിനോടുള്ള ബഹുമാനം ശത്രുവിനോടും ഉള്ളത് മുഖ്യമന്ത്രിക്ക് ഭൂഷണമാണ്. ഈ നാവിന്റെ മെടുക്കാണ് നിങ്ങളെ മുഖ്യമന്ത്രിയാക്കിയത്. നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് വലിയ ധീരതയായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഒരു പോലീസുകാരൻ അത് മണ്ടത്തരമായിട്ടേ കാണാൻ കഴിയും. മുൻകരുതലും മുന്നറിയിപ്പും ഒക്കെ എല്ലാവർക്കും നല്ലതാണ്. നാളെ KGR എന്ന വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല. ഒരു സാധാരണ മരണം, ദാറ്റ്സ് ഓൾ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി യു ആർ ദ ചീഫ് മിനിസ്റ്റർ. കൂടാതെ വളരെ ചെറുപ്പം മുതൽ എനിക്ക് അറിയാവുന്ന ഒരു സുഹൃത്തും. നീ എന്നെ ഭീഷണിപ്പെടുത്തിയിരുത്താനൊന്നും ശ്രമിക്കണ്ട. ശ്രമിച്ചാലും പ്രയോജനമില്ലെന്ന് എനിക്കറിയാം. അതെന്റെ ബോസിനോട് പറഞ്ഞിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നത്. If a man ought to kill somebody, there is no other way than he gets killed. ഇംഗ്ലീഷിലുള്ള ഒരു സെയിങ് ആണ്. ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയാൽ അയാൾക്ക് മരിക്കാതെ വേറെ മാർഗവുമില്ല. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ഒരുത്തൻ ചാവണമെന്ന് പറഞ്ഞ് തുനിഞ്ഞിറങ്ങിയാൽ അയാളെ രക്ഷിക്കാനും വേറെ മാർഗമൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് ഇതിന്ന് ഒഴിവായിക്കൂടെ? ഞാൻ പോയിട്ട് വരാം. എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. ഞാൻ എന്തൊക്കെയോ വേണ്ടാത്ത സ്വപ്നങ്ങൾ കണ്ടു. മിനിഞ്ഞാന്നും നീ ഇവിടെ ത്രികാല പൂജ നടത്തിയത് ഈ പേടിയും ഭയമൊക്കെ മാറാൻ വേണ്ടിയാണ്. ചേട്ടന്റെ ആയുസിന് വേണ്ടിയാ. പിന്നെന്തിനാ ഇത്ര പേടിക്കുന്നത്? ദേ, ഇതെനിക്ക് ഇഷ്ടമല്ല. കണ്ണു തുടങ്ങി. എങ്കിൽ ഞാൻ കൂടി വരാം. വേണ്ട, നീ സമാധാനമായിട്ടിരിക്കും. എനിക്കൊന്നും സംഭവിക്കും. ഹലോ, അതെ, അതെ, പുറപ്പെടും. ഉണ്ടുണ്ടുണ്ടുണ്ട്, ഇഷ്ടം പോലെ പോലീസുണ്ട്, മുമ്പിലും പുറകിലും. ഇത് ഗണപതി അമ്പലത്തിൽ നാളികേരം ഉടയ്ക്കാൻ. ദേ, ഇത് ചേട്ടന്റെ പേരിൽ പുഷ്പാഞ്ജലിക്ക്. ഇത് ശിവന്റെ അമ്പലത്തിൽ ധാരയ്ക്ക്. ഇതൊന്നും മറക്കരുത് കേട്ടോ.
സറൗണ്ടിങ് ബിൽഡിംഗ്സ് ഒന്ന് പാൻ ചെയ്തേ. Parade ready for inspection, sir. Camera 4. ആ ക്രൗഡിനെ ഒന്ന് ബാൻ ചെയ്തേ. ക്യാമറ 3. ആ പോലീസിന് ടൈറ്റ് ആയിട്ടൊന്ന് ബാൻ ചെയ്തേ. അല്ല പെരുമാളെ, എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഇത്രയും പേരുടെ കണ്ണു വെട്ടിച്ച് ഇവൻ എങ്ങനെ ഈ പെരേഡിന്റെ അകത്ത് കയറി പറ്റി? ജീവിച്ചിരിപ്പുണ്ടായിരുന്നേ അയാളോട് ചോദിക്കായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഹി ഈസ് ഡെഡ്.